രക്ഷപ്പെടുവാണെങ്കിൽ ഇതിലൂടെ രക്ഷപ്പെടണം. അതെ നീ ബെനറ്റ് മോളെ ഡോബർമാന്റെ കുണ്ടിയിൽ പടക്കം വെച്ച് പൊട്ടിച്ച നിസ്സാര കേസാണ് മോശട്ടാ. എന്നെ ചിരിച്ചേ ജാവ 2000 രൂപ പേയ്മെന്റിൽ നിന്ന് ഇപ്പൊ ഒരു ഷോയ്ക്ക് എനിക്ക് 20,000 രൂപ പേയ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ പേയ്മെന്റിലേക്ക് എന്നെ ഉയർത്തിക്കൊണ്ട് വന്നത് നാദൃഷിക്ക്. ലവ് പണ്ടേ എനിക്കാണ് അറിയോലുമില്ല. പുതിയ പടത്തിനകത്ത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു വേണ്ട നീ അഭിനയിക്കുക. പിന്നീട് എന്നെ കിളി പോയി സാറേ. അടുത്തവണ കാണുമ്പോ നീ എന്റെ ശബ്ദം ചെയ്യണം. നിങ്ങൾ എന്റെ കൂടെയുണ്ടെങ്കിൽ എന്നെ ഒരുത്തനും തൊടില്ല മാമ. തുടരുത് മീനമ്മ 1 2 3 സിദ്ദിഖിന്റെ പേര് കൺഫേം. സിദ്ദിഖ് ഏറ്റവും നന്നായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന ശബ്ദം ഷാറുഖാനാണ്. നിന്റെ തന്തയോട് വന്ന് പണിയാൻ പറയണടാമെന്ന്. എന്റെ തന്തയല്ലല്ലോ കേരളം ഭരിക്കുന്നത്. ചെയ്ത പാപങ്ങൾക്കല്ലേ ഫാദർക്ക് ഉപസരിക്കാൻ പറ്റൂ, ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്കല്ലോ മാപ്പ്. എന്റെ അതിമുഖത്തിന് പാപ്പ മുഷ്കബീനായി പോയി. ടിനിച്ചേട്ടന്റെ മിമിക്രി ഇപ്പൊ ഇഷ്ടമല്ലാണ്ടായി മാറി. ദിലീപേട്ടന്റെ കോമഡികൾ ഇപ്പൊ ഇഷ്ടമല്ലാണ്ടായി മാറി. പറ്റത്തില്ല. ഞാൻ പറയുന്ന ഈ കളിയാക്കുന്ന ആൾക്കാരെന്നാ വാ സ്റ്റേജിലോട്ട് വന്ന് നിന്നിട്ട് ചെയ്ത് കാണിക്ക്. അജിന്റെ ഒക്കെ കമന്റ് ബോക്സ് കാണണം. അജിന്റെ ഒക്കെ പാവം കൂട്ടുകാരൻ എന്റെ അളിയാ എന്റെ കമന്റ് ബോക്സ് നോക്കണം. അങ്ങനെ ഇല്ല, ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമ ഒരിക്കലും ഡിവോഷൻ ആയിട്ടുള്ള പടങ്ങളില്ല. ഇനിയിപ്പോ വരാൻ പോകുന്ന ഓം നമ ശിവായ ഉണ്ട്, അതുപോലെ ജയ് ഹനുമാനുണ്ട്, അതുപോലെ മാളികപ്പുറം 2, 3 ഉണ്ട്. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐശ്വരപ്പ് നടന്നു. ഒറ്റയ്ക്ക് വന്നവനെ കളിയാക്കുന്നോടാ പട്ടികളെ, ബോഡി ഷേമിംഗ് ചെയ്യുന്ന പട്ടികളെ. ഫൺ വിത്ത് സ്റ്റാർസ് ഞാനില്ല, ഞാൻ പരിപാടിയിൽ നിന്ന് പോണേണ്. ഒരുപാട് ഊരട്ടെ. നമസ്കാരം, ഞാൻ ശാലു. ഫൺ വിത്ത് സ്റ്റാർസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു കലാകാരനാണ്. വ്യത്യസ്ത ശബ്ദങ്ങളിലൂടെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കലാകാരൻ എന്ന് തന്നെ വേണം പറയാൻ. പുള്ളിയെ ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു. എന്തോ ഒരു വ്യത്യസ്ത ശബ്ദങ്ങളാണ്. ഇപ്പോഴത്തെ ആളുകൾ ഭയങ്കര ടാലന്റഡ് ആണല്ലേ. എന്തായാലും ഞാൻ നീട്ടുന്നില്ല, ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അശ്വന്ത് അനിൽകുമാർ, വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. അപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു കലാപ്രതിഭ തന്നെയാണ്. ഒരു മിമിക്രി ആർട്ടിസ്റ്റ് മാത്രമല്ല, അതിലുപരി വേറെ പലതും ആണ് അശ്വന്ത്. ഓക്കെ. അപ്പൊ അശ്വന്തിന്റെ കഥയിലോട്ട് നമുക്ക് പോവാം. എവിടെയാണ് നാട് വരുന്നത്? നാട് വൈക്കം, കോട്ടയം ജില്ലയുടെ വൈക്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വൈക്കത്തപ്പന്റെ നാട്ടിൽ ക്ഷേത്രത്തിന്റെ കിഴക്കേടയിലായിട്ടാണ്. ഓക്കെ. എന്താണ് ഇപ്പൊ ചെയ്യുന്നത്? പ്രൊഫഷണൽ മിമിക്രി ഫീൽഡിൽ തന്നെ നിൽക്കുന്നു. ആദ്യം അത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മളൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ടാ? അത് ഓട്ടോമാറ്റിക്കലി എപ്പോഴും നമ്മളിങ്ങനെ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ലല്ലോ. ഞാനിപ്പോൾ 8 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുൻപ് ഇപ്പം നമ്മുടെ പാരൻസിനാണെങ്കിലും എനിക്കാണെങ്കിൽ പോലും നമുക്ക് ഓപ്പണായിട്ട് എന്ത് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയാൻ ഇങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടെന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ ഇപ്പം അങ്ങനല്ല. ഇപ്പോൾ ഒരു പ്രൊഫഷണൽ മിമിക്രി ആർട്ടിസ്റ്റിൻ്റെ ലെവലിലേക്ക് എത്താൻ പറ്റി. അതുകൊണ്ട് ഹാപ്പിയാണ്. ഒരുവിധപ്പെട്ട ആളുകൾ, അതായത് തമിഴ് ഫീൽഡിലാണേലും മലയാളം ഫീൽഡിലാണേലും ഒരുവിധപ്പെട്ട ആർട്ടിസ്റ്റുകളെല്ലാം അശ്വന്ത് ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും ഒത്തിരി സന്തോഷം ഞങ്ങളുടെ ഇവിടെ ജോയിൻ ചെയ്തതിൽ. അശ്വന്തിന് എന്തെങ്കിലും ബാക്ക് സ്റ്റോറി ഉണ്ടോ? 8 വർഷത്തെ സ്ട്രഗിൾ എന്ന് പറയുന്നു, മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്ന് പറയാനുള്ള ഒരു ഡിഫിക്കൽറ്റി എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ മടിച്ചു നിന്നത്? കാരണം ആ സമയത്ത് ഇപ്പോഴത്തെ പോലെയല്ല. സോഷ്യൽ മീഡിയ ഇമ്പാക്റ്റ് ആ സമയത്ത് വളരെ കുറവായിരുന്നു. പിന്നെ ഞാനാണെങ്കിലും പേഴ്സണലി എനിക്ക് സോഷ്യൽ മീഡിയയിലോട്ട് കുറച്ച് ബാക്കിലോട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. എനിക്കിപ്പം FB അക്കൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്തിട്ട് ഇപ്പോൾ ഒരു 4 വർഷം ആയിട്ടുണ്ടെങ്കിൽ പോലും ഞാനത് ആക്റ്റീവായി തുടങ്ങിയിട്ട് 1 വർഷം ആകുന്നേ ഉള്ളൂ. എൻ്റെ 2-3 ഫ്രണ്ട്സ് ഇങ്ങനെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്ത് ചെയ്യുമെന്ന് പറഞ്ഞ് അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ 1 വർഷമായിട്ട് ഇപ്പോൾ നമുക്ക് ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കി. അത് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തു, വൈകിപ്പോയി. പിന്നെ ആ സമയത്തെന്ന് പറയുമ്പം ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ ഷോയ്ക്കൊക്കെ പോകണമെങ്കിലും നമുക്ക് ഇപ്പം എൻ്റെ നാട് വൈക്കമാണ്. വൈക്കത്ത് നിന്ന് ഇപ്പോൾ ഞാൻ കോഴിക്കോട് ഒരു ഷോയ്ക്ക് പോകണമെങ്കിൽ 2000 രൂപ പേയ്മെൻ്റ് ഒക്കെ ആയിരുന്നു ആ സമയത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ആ 2000 രൂപ വാങ്ങാൻ വേണ്ടി നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1500 ചിലവുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഏണിങ്സോ കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കോമഡി ഉത്സവം വന്നപ്പോൾ ഒരു ബ്രേക്ക് ത്രൂ കിട്ടി. സൗബിനിക്കയുടെ വോയിസ് ചെയ്തപ്പോൾ വൈറലായി. അപ്പോൾ എന്നാലും പേയ്മെൻറ്റ് കാര്യത്തിൽ വ്യത്യാസമൊന്നുമില്ല. കാരണം അവരെ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അന്ന് 3-4 ശബ്ദം മാത്രമേ എനിക്ക് ഇമിറ്റേറ്റ് ചെയ്യാറുള്ളൂ പെർഫെക്റ്റ് ആയിട്ട്. അത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് അത് തന്നെ ആയിരുന്നു. പിന്നെ ഒരു ബ്രേക്ക് എടുക്കേണ്ട വന്നു. ഒരു ഇത്ര നാൾ കണ്ടിന്യൂസ് ഷോസ് ചെയ്തിട്ടും എനിക്കൊരു ബ്രേക്ക് എടുക്കേണ്ട വന്നു. ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു.
പിന്നെ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ്, അങ്ങനെ ചെറിയൊരു ഡിപ്രഷൻ സ്റ്റേജിൻ്റെ വാക്ക് വരെ എത്തിക്കഴിഞ്ഞപ്പോൾ അത് ഈ പറഞ്ഞ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം നമുക്ക് കുറേ ഇൻസൾട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ എന്തൊക്കെ കാരണങ്ങളാൽ ഒരു ഫ്രണ്ടിൽ നിന്ന് നമുക്കൊരു ഭയങ്കര മോശം സമീപനം ഉണ്ടായി. പിന്നെ പേഴ്സണലായിട്ട് ഏറ്റവും അടുത്ത് നിന്നൊരു വ്യക്തി ഇങ്ങനെ നമ്മുടെ പ്രൊഫഷൻ ഇതായത് നമുക്കൊരു വിശ്വാസമില്ല, ആരും തെറ്റു പറയാൻ പറ്റില്ല. ഈവൻ എൻ്റെ പാരൻസ് പോലും സംശയിച്ചിരുന്ന സമയത്ത് ഒരു തേർഡ് പേഴ്സൺ വന്നിട്ട് ഒരിക്കലും അവർക്ക് എന്നെ ട്രസ്റ്റ് ചെയ്യാനുള്ള സംഭവമില്ല. കാരണം അവർ ചിന്തിക്കുമ്പോൾ 5 വർഷത്തിനുള്ളിൽ ഞാൻ എനിക്കൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഡിപ്രഷൻ സ്റ്റേജ് എൻ്റെ തൊട്ട് മുന്നേ വരെ എത്തിയിട്ട് തിരിച്ചെത്തി. പിന്നെ ഒരു ഫയർ ആയിരുന്നു, കാരണം രക്ഷപ്പെടുവാണെങ്കിൽ ഇതിലൂടെ രക്ഷപ്പെടണം, വാശിയായിരുന്നു. എനിക്കിപ്പം എൻ്റയർലി ഞാൻ മരിക്കുന്ന ടൈം അല്ലെങ്കിൽ ഞാൻ എത്ര നാൾ കരിയറിലുണ്ടായിരുന്നു ആ സമയം എനിക്ക് മിമിക്രി ആർട്ടിസ്റ്റായിട്ട് അറിയപ്പെടണമെന്നില്ല. എനിക്കൊരിക്കലും ഐ ഡോണ്ട് വാണ്ട് ടു ബി എന്താ പറയുക, എൻഡ് ഓഫ് ദ ഡേ എത്തുമ്പോൾ ഞാൻ ഒരിക്കലും ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ എനിക്ക് അറിയപ്പെടരുത്. അത് സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയ അത്ര ഇൻസൾട്ട് ആണ് അശ്വന്തിന് ആ രീതിയിൽ തിങ്ക് ചെയ്യിപ്പിച്ചത്. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മളൊരു ഏതൊരു മിമിക്രിക്കാരൻ്റെ അൾട്ടിമേറ്റ് എയിം സിനിമയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിപ്പോൾ ആക്ടിങ് ആണെങ്കിലും എല്ലാവർക്കും ആക്ടിങ് ഇഷ്ടമാണ്. ഇപ്പം എനിക്ക് എൻ്റെ ഒരു ഫസ്റ്റ് മൂവി ഇപ്പോൾ ഞാൻ അഭിനയിച്ചു, നാദർഷിക സംവിധാനം ചെയ്ത പടത്തിൽ ഞാൻ ചെറിയൊരു റോൾ ചെയ്തു. അർജുന അശോകൻ ചേട്ടൻ്റെ ഓപ്പോസിറ്റ് റോൾ ചെയ്യാൻ പറ്റി, ചെറിയൊരു സാധനം. പക്ഷേ റൈറ്ററായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആവണം, നല്ല നല്ല സിനിമകൾ എഴുതുന്ന ഒരു തിരക്കഥാകൃത്താവണം, അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഇതെനിക്ക് അതിനകത്തേക്ക് പോകാനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്, ഒരു റൂട്ട് മാത്രമാണ് മിമിക്രി. അതങ്ങനെ ഞാൻ കാണുന്നുള്ളൂ. എന്ന് തൊട്ടാണ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കലയുണ്ടെന്ന് മനസ്സിലായത്? 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യം ആരുടെ ശബ്ദമാണ് അനുകരിച്ചത്? ടീച്ചറിന്റെ ശബ്ദം അനുകരിച്ചു, അവിടെ ഇംപ്രസ് ചെയ്യിപ്പിച്ചു. സ്കൂളിൽ കയറി അപ്പം നമുക്ക് ഈ അന്ന് ഒരു സഭയെ നേരിടാനുള്ള ധൈര്യമോ അതിനുള്ള പക്വതയൊന്നുമില്ല. അപ്പം നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റുഡൻസിനെല്ലാം അറിയാം. അപ്പം കിട്ടുന്നൊരു കയ്യടി, ആ കയ്യടിയിൽ നിന്ന് ഒരു സാധനം കിട്ടി, കൊള്ളാം, ഓക്കെ, ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പോൾ അവർ ഇംപ്രസ് ചെയ്യാൻ അടുത്ത പരിപാടികൾ എന്താണ് ചെയ്യാൻ പറ്റുന്ന വേറെ സാറുമാരുടെയൊക്കെ ശബ്ദം പഠിച്ചു, അങ്ങനെ ചെയ്തു തുടങ്ങി. പിന്നെ സിനിമാടന്മാരിലേക്ക് എത്തി. അങ്ങനെ ഒരു 10ാം ക്ലാസ് വരെ ചെയ്തു. 10ാം ക്ലാസ്സിൽ നല്ല മാർക്കുള്ള CBSE സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ നല്ല മാർക്കുള്ളതുകൊണ്ട് നല്ല പ്രഷറായിരുന്നു. അപ്പോൾ തന്നെ +1 +2 സ്റ്റേറ്റിലോട്ട് മാറ്റി തന്നെ. മാർക്ക് കുറവായിരുന്നു. അപ്പം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള 2 വർഷം മാറ്റി വെച്ചു. ബെസേലിയസ് കോളേജിൽ എത്തിക്കഴിഞ്ഞപ്പം വീണ്ടും ബ്രേക്ക് ത്രൂ കിട്ടി. സന്ദീപ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് വീണ്ടും എൻ്റെ ഉള്ളിൽ ഒരു സ്കില്ല് അവനെടുത്ത് വീണ്ടും പ്രയോഗിക്കാൻ പറഞ്ഞു. അവനാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ശബ്ദം, എൻ്റെ സൗണ്ടിൽ സൗബിൻ്റെ വോയിസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ച അവനാണ്. പിന്നെ ഞാൻ ഓരോ ശബ്ദം അവനോട്ടിരുന്ന് ക്ലാസ് ടൈമിൽ വലിയ ക്ലാസ് അല്ലേ, ഇപ്പം നമ്മൾ BA എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പൊളിറ്റിക്സ് ആയിരുന്നു, BA പൊളിറ്റിക്സ് എക്കണോമിക്സ് ഇംഗ്ലീഷൊക്കെ ഒരുമിച്ച് ഞങ്ങൾ മറ്റേ കമ്പൈൻ ക്ലാസ് വരുന്ന സമയത്ത് ടീച്ചേഴ്സ് എന്തെങ്കിലും പറയുമ്പം നടന്മാരുടെ ശബ്ദത്തിൽ നമ്മൾ കൗണ്ടർ പറയും. ഇപ്പം ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ നമ്മുടെ കഴിവ് പുറത്തെടുക്കാത്തതുകൊണ്ട് ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ബെസേലിയസിൽ പെർഫോം ചെയ്ത് തുടങ്ങി. ആ വർഷം ഞാൻ MG യൂണിവേഴ്സിറ്റി വിൻ ചെയ്തു. അപ്പോൾ ഓക്കെ, ഇതാണ് ട്രാക്ക് എന്ന് പറഞ്ഞ് പിന്നീട് അങ്ങോട്ട് ആ റൂട്ടിലേക്ക് പോയി. അപ്പം മിമിക്രി എന്ന് പറയുന്ന കല, അത് അത്രയും ടാലന്റ് ആയിട്ടുള്ള വ്യക്തി ഇതൊക്കെ ഉള്ളിൽ മറച്ചു വെക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമകരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും എനിക്ക് സൗബിൻ ഖാന്റെ ശബ്ദമൊക്കെ കേൾക്കണം ഭയങ്കര ആഗ്രഹമുണ്ട്. ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യോ? സൗബികയുടെ ഇപ്പം അദ്ദേഹം ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഇപ്പം മഹേഷിന്റെ പ്രതികാരം ഭയങ്കര അയാളുടെ ബ്രേക്ക് ത്രൂ കിട്ടിയ സാധനം. ഡിങ്കുൾഫി ഇല്ലേ, ബേബി ചേട്ടൻ സോനോട് ഈ കാര്യം ചോദിച്ചാൽ കാർക്കിച്ച് തുപ്പുകളി മോത്ത് മനസ്സിൽ പുഷ്ടം വെച്ച് എത്ര ദൈവങ്ങളുടെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ടും യാതൊരു കാര്യമില്ല ബേബി ചേട്ടാ. മഹാന്മാരെ അടുത്തറിയും തോറും മനസ്സിലെ വിഗ്രഹമാണ് ഇത്ര സത്യമല്ലേ, ആർട്ടിസ്റ്റ് ബേബി ഇത്രയ്ക്ക് ചീപ്പാണോ, ഐ ക്വിറ്റ്, ഞാൻ നിർത്തണം ബേബി ചേട്ടാ. അതേന്നേ ബെനറ്റ് മോളെ ഡോബർമാന്റെ കുണ്ടിയിൽ പടക്കം വെച്ച് പൊട്ടിച്ച നിസ്സാര കേസാണ് മഹേഷ് ചേട്ടാ. അതുകൊണ്ട് എന്താ ഞാൻ ഈ പറഞ്ഞത് ഫോട്ടോഷോപ്പ് ഒക്കെ പഠിച്ചു എന്നെ ചിരിച്ചേ പുള്ളി ചെയ്ത് ലൈവായി എന്ന് വെച്ചാൽ ഞാൻ പഠിച്ച ശബ്ദം ഫസ്റ്റ് ഇതാണ്. അതിനുശേഷം ഇപ്പം മ്യാവുന്ന ആ പടമൊക്കെ വന്നപ്പോൾ ഇമോഷണലായിട്ട് കുമ്പളങ്ങിക്കകത്തൊക്കെ വന്നപ്പം മ്യാവിനകത്ത് ഭയങ്കര നമ്മുടെ നെഞ്ചിൽ തട്ടിയുന്നുണ്ട്. ഡെയിലി 100,000 പ്രശ്നങ്ങൾ പോയിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. ഓരോ പ്രശ്നം തീരും തോറും മൂപ്പറടുത്തേക്ക് ഇഞ്ചിഞ്ചായി അടുത്തടുത്ത് ആ മൂപ്പറുണ്ടല്ല ദൈവം ഇപ്പം ഇവിടെയാണ് ഇരിക്കണം. അതുകൊണ്ട് വിശ്വാസത്തിന് ഇവർ ഉറപ്പിക്കാനായിട്ട് എനിക്ക് ഒരു കുപ്പായത്തിന്റെ ആവശ്യമില്ല. അത് കണ്ടാലും തെറ്റിദ്ധരിക്കുകയും വേണം. നീ നിനക്ക് ഇഷ്ടമുള്ള ജീവിക്കാർമാര് മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള ജീവിക്കട്ടെ, ഇത്തിരി ദയ ഉണ്ടായാൽ മതി. മറ്റുള്ള വിശ്വാസത്തോട് കുറച്ച് റെസ്പെക്ട്, അത്ര ആവശ്യമുള്ളൂ, ലോകം നന്നായിക്കോളും. അതാണ് ഇപ്പൊ സ്റ്റേജിൽ ചെയ്തോണ്ടിരിക്കുന്നത്. അടിപൊളി, എന്നെ ഒന്ന് മിമിക്രി പഠിപ്പിക്കാവോ? ഷാലുവിന്റെ വോയിസിൽ ചെയ്യാൻ പറ്റുന്നത് വിനയ് ഫോർട്ട് ചെയ്യാൻ പറ്റും. വിനയ് ഫോർട്ടാ? പറ്റും പറ്റും. വിനയ് ഫോർട്ടിന്റെ ഡയലോഗ് പറഞ്ഞുതരും, എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ബേസിക് പഠിക്കാൻ വേണ്ടി നമ്മളെല്ലാരും ഫസ്റ്റ് പഠിക്കേണ്ടത് ജാവ. പോരട്ടെ, അതിനകത്ത് കുറച്ച് ബേസ് കൊടുക്കുക. ഇപ്പൊ ഷാലുവിന്റെ വോയിസിൽ ഓൾറെഡി ഒരു ഇതുണ്ട്, അതിനകത്ത് ഇത്തിരി ബേസ് കൊടുക്കുക. അപ്പൊ നമ്മള് ജാവ വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്, പവർഫുൾ,
പവർഫുൾ പ്രാക്ടീസ് ചെയ്താൽ വിനയ് ഫോർട്ട് ചെയ്യാം ഉറപ്പായിട്ട്. വിനയ് ഫോർട്ട് കേൾക്കണ്ട. ഞാൻ പുള്ളിയുടെ ഇടയ്ക്ക് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. എനിക്ക് കേട്ടാ ഇനി കോണ്ടാക്ട് കോണ്ടാക്ട് നിർത്തുന്നു എനിക്ക് തോന്നുന്നു. എന്തായാലും എനിക്കറിയാവുന്ന ഒരു സാധനമുണ്ട്, ചീറ്റിപ്പോയാൽ ഇടാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചതാ. അത് ഞാനിപ്പോ ഇടുന്നില്ല. ഇടണോ? എന്റെ എങ്ങനെ മുളിഞ്ഞു പോയി കഴിഞ്ഞാൽ കട്ട് ചെയ്ത് എനിക്കിത് മാത്രം അറിയാം. അത് കറക്റ്റ് സിറ്റുവേഷൻ. ഞാൻ ആകെ ആൾക്കാരെ പറ്റിക്കുന്ന ചിലർക്ക് ഇത് അറിയില്ല. അപ്പൊ ഞാൻ പറയും ഇത് ഞാൻ ഉണ്ടാക്കിയതാ, ഞാനാണ് ഇനി പോയി ഡബ് ചെയ്തത്. അങ്ങനെ പറഞ്ഞ് പറ്റിക്കാം. ഈ ഒരു സാധനം മാത്രം എനിക്കറിയാം. വേറെ നമ്മളൊന്നും നിങ്ങളുടെ ഏഴത്തെത്തില്ല. അപ്പൊ എന്തായാലും മിമിക്രി പഠിക്കാൻ വേണ്ടിട്ട് ഫ്ലോപ്പ് ആയെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ ഞാൻ വിചാരിച്ചു. വിനയ് ഫോർട്ട് ചെയ്യണ്ടേ? കൊള്ളാം. ഒരു ദിവസം വിനയ് ഫോർട്ടിന്റെ ശബ്ദം പഠിച്ചിട്ട് വേണം പുള്ളിയെ പറ്റിക്കാൻ. കൊള്ളാം. അപ്പം നമുക്ക് സ്റ്റോറിയിലോട്ട് തന്നെ വരാം. പിന്നീട് മിമിക്രി അല്ലാതെ ലൈഫില് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനർ ആണെന്ന് പറഞ്ഞു. എന്താണ് ഡിഫറെന്റ് ആയിട്ടൊരു മേഖല? അത് പൊളിറ്റിക്സ് പഠിച്ചിട്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനർ, മിമിക്രി ആർട്ടിസ്റ്റ്, ഒന്നും അങ്ങോട്ടൊരു മാച്ച് ആവില്ല. അതെന്താ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു 8ാം ക്ലാസ് തൊട്ട് സ്റ്റേറ്റ് കോക്കോ ടീമിൻ്റെ ഭാഗമായിരുന്നു. അപ്പം CBSE സ്കൂളിലായിരുന്നു. +1 +2 എത്തിയപ്പോഴും ഞാൻ കോട്ടയം റവന്യൂ, കോട്ടയം ജില്ലാ ടീമിലൊക്കെ പ്ലെയർ ആയിരുന്നു. ക്യാപ്റ്റനൊക്കെ ആയിട്ടുണ്ട്. കോളേജിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം കോക്കോ ടീം അവിടെ ഇല്ലാത്തതുകൊണ്ട് കബഡിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞങ്ങൾ നാട്ടിൽ കബഡി കളിക്കും. അപ്പം കബഡിയിലേക്ക് ഷിഫ്റ്റ് ആയി കോളേജ് ടീമിൻ്റെ ക്യാപ്റ്റനായി. MG യൂണിവേഴ്സിറ്റി കളിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ടൈമിൽ ഇങ്ങനെ മിസ്സിങ്ങനെ പറഞ്ഞു, നമുക്ക് ഡിഗ്രി അല്ല, നമുക്കൊരു ഇതായിട്ട് സൈഡായിട്ട് ഇതിൻ്റെ ഇതെപ്പോഴും വെക്കണം. കാരണം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ അറിവുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ഞാൻ പോകുന്നത്. അപ്പം ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി വിളിക്കും. എൻ്റെ പിള്ളേർ സ്റ്റേറ്റ് ജൂനിയേഴ്സാണ്. അപ്പം ഞാൻ ചെയ്തത് 2 ടീമിനകത്ത് ഒരെണ്ണം സ്റ്റേറ്റ് ജൂനിയേഴ്സാണ്, ഒരെണ്ണം ജൂനിയേഴ്സ് അവന്മാർ സെമിയിൽ പുറത്തായ ടീം. അപ്പം അത് അന്നോട്ട് കിട്ടിയതാണ്. സത്യം പറഞ്ഞാൽ അത്ലറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. അതിന് ശേഷം പിന്നെ വന്ന് കയറിയതാണ് മിമിക്രി എന്ന് പറഞ്ഞ സംഭവം. പിന്നെ അത്ലറ്റിന് കേരളത്തിൽ നിന്നുള്ള സപ്പോർട്ട് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് അതിനകത്ത് പോയാലും വലിയ ഗുണം അങ്ങനെ ഒന്നും നമുക്ക് കിട്ടത്തില്ല. സർട്ടിഫിക്കറ്റ്സ് കുറേ ഉണ്ട്, പക്ഷെ അതുകൊണ്ട് ബെനിഫിറ്റ് ഇല്ല. ഇവിടെ എഴുതി കിട്ടിയവർ പുറത്ത് നിൽക്കും. അപ്പോൾ പിന്നെ സർട്ടിഫിക്കറ്റ് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ. അതെ. എന്തായാലും ലൈഫിൽ നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്ത് വന്നൊരു വ്യക്തിയാണ്. അത് ആ ഒരു ഇതിൽ മനസ്സിലാവുന്നുണ്ട്. സൗണ്ടൊക്കെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇടറുന്നുണ്ട്. നമ്മളും ഇമോഷണൽ ആയി പോവാണ്. നമുക്ക് കുറച്ച് ഇമോഷണൽ ആയി പോവാ. തേപ്പ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, തേപ്പൊന്നുമില്ല. പറഞ്ഞു നിർത്തുവായത്. പറഞ്ഞു നിർത്തി. പരസ്പരം സംസാരിച്ചു. അതായത് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആളൊരു ഭയങ്കര പ്രീ പ്ലാൻഡ് വ്യക്തിയാണ്. അടുത്ത വർഷം ഈ സമയത്ത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പറയുന്ന ആളാണ്. ഞാൻ അങ്ങനല്ല. എനിക്ക് നമ്മളിങ്ങനെ ഓളത്തിന്റെ അങ്ങ് പോകും. ലൈഫ് ഒന്നേ ഉള്ളൂ, അതിലങ്ങ് നമ്മളിങ്ങനെ നീന്തി പോവുക. പിന്നെ നമുക്കിപ്പോ ഒരു കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, മേ ബി ഞാൻ ഇത്ര വർഷത്തിനുള്ള ഒരു ജോലിക്ക് കയറുന്നുള്ളത്. മിമിക്രി എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സിനിമയിലേക്കുള്ള എൻട്രി നമുക്ക് ഒട്ടും പറയാൻ പറ്റില്ല. അതെ, ഞാൻ 2029 സെപ്റ്റംബർ മാസം 17-ാം തീയതി ഞാൻ സിനിമയിൽ അറിയപ്പെടുന്നുണ്ട്, നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഞാൻ ഓക്കെ എന്നാ ആ റൂട്ടിലേക്ക് പോട്ടെ. ഇപ്പൊ അശ്വന്തിനെ എല്ലാരും അറിയും. അശ്വന്തിനെ ഞാൻ അറിഞ്ഞു, കാരണം ഈ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ വിളിക്കാനുണ്ടായ കാരണം എനിക്ക് അശ്വന്തിന്റെ ഞാൻ മുമ്പേ കണ്ടിട്ടുണ്ട്. അശ്വന്ത് പിന്നെ റിയാസ് ഖാന്റെ ആണെങ്കിലും ഒരുപാട് പേരുടെ ശബ്ദം ചെയ്തിട്ടുള്ള ഇതിന് ഞാൻ അശ്വന്തിനെ കണ്ടതാണ്. എന്നാലും ഇതിപ്പോ ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വീഡിയോ നമ്മുടെ കോമഡി ഉത്സവത്തിലൊക്കെ വന്നിട്ടുണ്ട്. സിദ്ദീഖ് പിന്നെ മഹേഷ് കുഞ്ഞുമോന് പിന്നെ ഇവരൊക്കെ ആയിട്ട് ഒരു ഇന്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. ഓക്കെ, അപ്പൊ ഇതിലെല്ലാം ആളുകൾ അറിഞ്ഞു തുടങ്ങി. ഓക്കെ, അപ്പൊ ഒരാൾ കൈ പിടിച്ച് കയറ്റിയിട്ടുണ്ടാവും. ആ ആൾ ആരാണ്? എന്നെ ഇപ്പൊ പറഞ്ഞ സന്ദീപ് എന്ന് പറഞ്ഞ വ്യക്തി, ലൈക്ക് അവനാണ് മിമിക്രിയിലോട്ട് തന്നെ വീണ്ടും കണക്ട് ചെയ്ത് തന്നത്. ഈ ലൈം ലൈറ്റിലോട്ട് വരാനുണ്ടായ ലൈം ലൈറ്റിലോട്ട് എത്താനുള്ള അതിന് മുന്നേ നമുക്ക് വേദികൾ കിട്ടണം. ചെറുതായാലും വലുതായാലും വേദികൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എനിക്കിങ്ങനെ ടാലന്റ് ഉണ്ട്. ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ടാലന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടാലന്റ് എനിക്ക് പ്രകടിപ്പിക്കാനൊരു അവസരം, ഒരു വേദി കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എന്നെ ആരും അറിയില്ല. അപ്പം രാജേഷ് കടവന്തറ നമ്മുടെ ഒരു ബ്രദറാണ്. രാജേഷ് ചേട്ടന് ഷോസ് കിട്ടുമ്പോൾ ആ ഷോസിനകത്ത് എന്നെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി. ആങ്കറാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് MC ആണ് കേരളത്തിൽ. അപ്പം രാജേഷേട്ടനെ കൊണ്ടുപോയി എനിക്ക് എൻ്റെ സ്കില്ലിങ്ങനെ, അപ്പോൾ എനിക്കും എൻ്റെ സ്റ്റേജ് ഫിയർ അത്രയും നാൾ 2 വർഷത്തെ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഒത്തിരി അപ്ഡേറ്റഡ് ആയി. സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്ട് ഭീകരമായി. അപ്പം പെർഫെക്ഷൻ്റെ അങ്ങേറ്റത്ത് നമ്മൾ ചെയ്താലേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം രാജേഷേട്ടൻ ഫ്ലോർ തന്നു. പക്ഷേ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത്
ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ആയാൽ ഉറപ്പായിട്ടും, അല്ലെങ്കിൽ ഇതുവരെ ഞാൻ എന്തെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ 2000 രൂപ പേയ്മെന്റിൽ നിന്ന് ഇപ്പോൾ ഒരു ഷോയ്ക്ക് എനിക്ക് 20,000 രൂപ പേയ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ പേയ്മെന്റിലേക്ക് എന്നെ ഉയർത്തിക്കൊണ്ട് വന്നത് നാദൃഷിക്ക. നാദൃഷിക എന്ന് പറയുന്ന പുള്ളി തന്നെ ഒരുപാട് പേരെ ഫിലിമൊക്കെ ചെയ്തു. അതായത് വിഷ്ണു ഉണ്ണികൃഷ്ണനെ പോലെയുള്ള അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് അവസരം നൽകി. ഞാൻ പുതിയ പടത്തിനകത്ത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു വേണ്ട, നീ അഭിനയിക്ക്, ചെറിയ സാധനമുണ്ട്. നേരത്തെ പറഞ്ഞാൽ നമുക്ക് നല്ല വേഷം തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് നല്ലൊരു ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ തന്നെ. എപ്പോഴും സപ്പോർട്ടീവാണ്. ഈ മറ്റ് സെലിബ്രിറ്റി ഷോസിനകത്ത് എന്നെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആദ്യമായിട്ട് എന്നെ ഗൾഫ് ട്രിപ്പ് കൊണ്ടുപോയതൊക്കെ നാദൃഷിക്ക. അതുകൊണ്ട് ഭയങ്കര എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും ഒരു ഏറ്റവും വലിയൊരു ഘടകമാണ്. ഒരു ഗുരു ആണെന്ന് ഗുരുനാഥൻ തന്നെയാണ്. ഞാൻ ഇത്രയും ശബ്ദം പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാനൊക്കെ കാരണം ഓരോന്ന് ഞാൻ ചെയ്ത് അയച്ച് കൊടുത്തു കഴിയുമ്പോൾ പോലും പുള്ളി അതിന് കറക്റ്റ് കറക്ഷൻസ് പറഞ്ഞു തരും. എല്ലാ ശബ്ദവും അവർക്ക് ഞാൻ ചെയ്യുന്ന ആക്ടേഴ്സിനെല്ലാം അയച്ചു കൊടുത്ത് അവരുടെ ഫീഡ്ബാക്ക് വാങ്ങിത്തരും. ലൈഫിൽ എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു ദിലീപേട്ടനെ കാണുന്നത്. ഞാൻ ഭയങ്കര ദിലീപ് ഫാനാണ്. അപ്പം ദിലീപേട്ടനെ കാണാനുള്ള ഡ്രീമൊക്കെ ഞാൻ പറഞ്ഞ് എനിക്കൊരു മാസത്തിനുള്ളിൽ എന്നെ കാണിച്ചു തന്നു. ദിലീപേട്ടനെ പോയി എല്ലാം ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തു. ഭയങ്കര ഹാപ്പിയാണ്. ഇക്ക എപ്പോഴും കൊണ്ട് ഒരു നാദൃശ്യ ഇമ്പാക്ട് എപ്പോഴും ലൈഫിലുണ്ടാവും. ഉറപ്പാണ്. എന്തായാലും ഇനി ഒരു മൂവിയിൽ നായകനായിട്ട് കാണാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയാണ്. അതെ, പിന്നെ ഒരു തിരക്കഥാകൃത്താവണമെന്ന് ആഗ്രഹം പറഞ്ഞു, അതും നടക്കട്ടെ, എല്ലാം സക്സസ് ആവട്ടെ. ഇനി നമുക്ക് ഒരു ഗെയിമിലോട്ട് പോവാം. ഓക്കെ, ഞാനൊരു ഗെയിം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ ഗെയിം എന്താന്ന് വെച്ചാല് എന്നെ പ്രൊപ്പോസ് ചെയ്യുന്ന സീൻ, പക്ഷെ അശ്വന്തായിട്ടല്ല, പല ആക്ടേഴ്സായിട്ട് ഞാൻ പേര് പറയും. ആ ആക്ടറായിട്ട് എന്നെ പ്രൊപ്പോസ് ചെയ്യണം. ആദ്യം തന്നെ ഇപ്പൊ നമ്മളെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന റിയാസ് ഖാനെ നമുക്ക് പിടിക്കാം. അപ്പൊ റിയാസ് ഖാൻ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നെ പ്രൊപ്പോസ് ചെയ്യുന്നത്? തെറ്റൻ്റെ ഭാഗത്താ ഞാൻ നിന്നെ നേരത്തെ കണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ, ഐ ലവ് യു ഷാലോ. ഇത്രയും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. അടിപൊളി. ഇനി നമുക്ക് വേറൊരാളെ പിടിക്കാം. സലീം കുമാറിനെ പിടിക്കാം. എന്താ പേര്? പേര് പറ, എന്താ പേര്? ഷാലു. ആ, നല്ല പേര്. എന്ത് ചെയ്യുന്നു? പറയൂ, എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. ആ, അതാ എനിക്കും ഇഷ്ടം. ആസ് വെൽ as the reason is possible. നിങ്ങൾക്ക് ആവശ്യം പ്രൊപ്പോസലാണ്, എനിക്ക് ആവശ്യത്തിന് അധികമുള്ളതും പ്രൊപ്പോസൽസ് ആണ്. ഞാൻ നിന്നെ കെട്ടിക്കോട്ടെ. ആരെങ്കിലും ചോദിച്ചാൽ ചേച്ചി ഭർത്താവ് പറഞ്ഞാൽ മതി. നമുക്ക് ഇനി അടുത്തത് നമുക്ക് വിജയനെ പിടിക്കാം. വിജയ് ദളപതി. என்ன ஷாலு, என்னண்ணா ரொம்ப அழகாக இருக்கு. நீங்கள் நிறைய பேர் சொன்ன ஒன்றை வந்து பார்க்கறதுக்கு அவ்வளோ ரொம்ப ஹாப்பியாக ஜோலியாக இருக்குன்னு சொன்னேன். நான் உன்னை ലവ് പണ്ടേ ഷാലു. ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, നടന്മാരൊക്കെ മുന്നിൽ വന്നിരിക്കുന്ന പോലെ ഉണ്ട്. അശ്വന്തിനെ ഞാൻ കാണുവാണെങ്കിലും എനിക്ക് സൗണ്ട് ശരിക്കും അവരും വന്നിരിക്കുന്ന പോലെ ഉണ്ട്. ഷോ കൊള്ളാം. എന്തായാലും എനിക്കിനി എല്ലാരോടും പറയാം, പക്ഷെ എന്നെ ഇത്രയും നടന്മാര് പ്രപ്പോസ് ചെയ്തത് പറയാം. നമുക്ക് മോഹൻലാലിനെയും കൂടി പിടിക്കാം. ലാലേട്ടൻ എനിക്ക് ചെയ്യാറില്ല. ലാലേട്ടൻ അറിയില്ല. അപ്പൊ നമുക്ക് ലാലേട്ടന്റെ മകനെ കൊണ്ട് പ്രപ്പോസ് ചെയ്യാം. പ്രണവ് മോഹൻലാൽ ചെയ്തു. മോശം വിചാരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? പൊറോട്ടയും ബീഫ് ഇഷ്ടമാണോ? ഇന്ന് രാത്രി ഞാൻ നല്ല കിടലും പൊറോട്ട ഇടുന്ന സ്ഥലത്ത് കഴിക്കാൻ പോകുന്നുണ്ട്. ഷാലു, നീ മുടി കെട്ടി വെക്കുന്നതിനൊക്കെ നല്ലത് നീ മുടി അഴിച്ചിടുന്നു. അടിപൊളി. നമുക്ക് ഇനി ആരുടെയൊക്കെ ഒരുപാട് പേരുടെ വോയിസ് ചെയ്യും. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഞാനും കൺഫ്യൂസ്ഡ് ആയിപ്പോയി, ആരുടെയൊക്കെ ചോദിക്കണം എന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ഇപ്പം സ്റ്റേജിൽ ചെയ്യാറ് 35 നായക നടന്മാരുടെ സ്പോട്ട് ഡബിങ് ആണ്. അപ്പം ഇപ്പൊ നമ്മുടെ പിഷാരടി ചേട്ടൻ നമ്മുടെ ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം. സത്യം പറഞ്ഞാൽ ഭയങ്കര യാദൃശികമായിട്ട് കിട്ടിയൊരു വേദിയാണ്. ഞാൻ ഇന്നലെ വീട്ടിലിരിക്കുമ്പോൾ ഷാലു വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, രമേശ് ഏട്ടാ പറ്റുമെങ്കിൽ നാളെ നമ്മുടെ ഇവിടെ ഒരു ഇന്റർവ്യൂവിന് വരണം. ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് തിരക്കുള്ള ദിവസമാണ്, വരാൻ പറ്റില്ല. ഇവള് പോകാൻ നേരത്തെ തിരിഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. ഷാലു പ്രാർത്ഥിച്ചു. ഉണ്ടായിരുന്ന പരിപാടി മുഴുവൻ ക്യാൻസൽ ആയിപ്പോയി. ഇന്നിപ്പോൾ ഇങ്ങനെ വരേണ്ടതായിട്ട് വന്നു. ഏതായാലും ഈ ചാനലിന്റെ ഇന്റർവ്യൂവിന് വരാൻ പറ്റിയ അതിയായ സന്തോഷം. നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം. മതി, ഇത്രത്തോളം ഞാൻ പ്രതീക്ഷിച്ചില്ല. മതി. ഇനി നമുക്ക് സ്റ്റോറിയിലോട്ടെല്ലാം തിരിച്ചു വരാം. അപ്പം നാദൃഷിക്കയാണ് എത്രത്തോളം എത്തിച്ച് കാണാൻ ആഗ്രഹിച്ച ദിലീപേട്ടനെയും കാണിച്ചു തന്നു. പിന്നീട് അങ്ങോട്ട് എന്താണ് ലൈഫിലുണ്ടായത്? പിന്നീട് അങ്ങോട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുധീരേട്ടൻ മറ്റേ പടത്തിൽ പറഞ്ഞ പിന്നീട് എന്നെ കിളി പോയി സാറേ. പിന്നീട് നമ്മുടെ കിളികൾക്ക് ഇങ്ങനെ പറന്നു പോകില്ലേ. ദിലീപേട്ടനെ കണ്ടു. ദിലീപേട്ടൻ
നമ്മൾ മലയാളത്തിലെ ഏറ്റവും ടോപ്പ് ടയറിൽ നിൽക്കുന്ന ഒരു ആക്ടർ, നമ്മൾ അത്രയും റെസ്പെക്റ്റോടെ കാണുന്ന ദിലീപേട്ടൻ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചു, ദിലീപേട്ടൻ സംസാരിച്ചു. എൻ്റെ അടുത്ത് ഇങ്ങനെ സൗദിയിൽ വെച്ചിട്ട് ഞങ്ങൾ കാണുന്നത്. ഇപ്പോൾ കണ്ട് ഷോ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അടുത്തവണ കാണുമ്പോൾ നീ എൻ്റെ ശബ്ദം ചെയ്യണം. അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനത് ചെയ്തിട്ട് നാദർഷിക്ക് അയച്ചു കൊടുത്ത്, നാദർഷിക്ക് ദിലീപേട്ടൻ അയച്ചു കൊടുത്ത് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ പറഞ്ഞു. പിന്നീട് പല സ്ഥലത്ത് വെച്ച് ദിലീപേട്ടനെ കണ്ടാലും ദിലീപേട്ടൻ ഭയങ്കര മെമ്മറി ഉള്ള വ്യക്തിയാണ്. നമ്മൾ ദിലീപേട്ടൻ എന്ന് പറയുമ്പോൾ എല്ലാവരെയും കൈ കാണിക്കും എന്ന് പറഞ്ഞ് നമ്മളെ വണ്ടി കയറുമ്പോൾ ഓർക്കുവാണെങ്കിൽ തിരിഞ്ഞ് നോക്കിയിട്ട് നമ്മളെ വിളിക്കും, എന്തായി സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളോട്ട് കോണ്ടാക്ട് ഒരു കണക്ഷൻ ഇപ്പോഴും തരും. അതങ്ങനെ ടോപ്പ് ടയറിൽ നിൽക്കുന്ന ആളാണ് അല്ലെങ്കിൽ അത്ര സീനിയർ ആൾ അതൊന്നും ഇല്ല ആൾക്ക്. ഭയങ്കര നമുക്കൊരു ഭയങ്കര സ്നേഹം ഹോംലി ഫീലൊക്കെ ഫീൽ അടി ഭയങ്കരമായിട്ട് ദിലീപേട്ടൻ ഒരു ഫാക്ടറാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മിമിക്രി, എൻ്റെ സിസ്റ്റർ നന്നായിട്ട് അത്യാവശ്യം മിമിക്രി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഞാനോട്ടൊരു 8 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. അദ്വൈത എന്നാണ് പേര്. അദ്വൈത. അനിയത്തി അപ്പം നല്ലൊരു കലാകാരിയാന്ന് പറഞ്ഞു. അനിയത്തിനെയും കൂടി കൊണ്ടുവരായിരുന്നു എന്തായാലും. അവളിപ്പോ ചെയ്യൂല. അവളിങ്ങനെ എന്റെ താല്പര്യത്തിൽ മിമിക്രി ചെയ്തോണ്ടിരുന്ന. ഇപ്പം ഞാൻ പഠിച്ച കോളേജിൽ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കാനൊക്കെ പോകണമെങ്കിൽ വരില്ല. അവിടെയൊന്നും ചെയ്യാറില്ല. ഫാമിലി മൊത്തം ആർട്ടിസ്റ്റ് ആണല്ലേ? ഞാനും അവള് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ ആർജിച്ചെടുത്തതാണ്. പാരമ്പര്യമൊന്നുമില്ല, പഠിച്ചെടുത്തത്. അതെ. അടിപൊളി. അപ്പൊ അനിയത്തി ആരുടെ ഒക്കെ ശബ്ദം ചെയ്യും? അവൾ ആ സമയത്ത് ഭാവന, സോന നായർ, പാർവതി, മമത, വെറൈറ്റി ലിസ്റ്റ് ആയിരുന്നു. അവൾ അത് ചെയ്തുകൊണ്ടിരുന്ന അവള് കുഞ്ഞിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ ചെറിയ ശബ്ദത്തിൽ അത് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇപ്പൊ നിർത്തിക്കളഞ്ഞു, താല്പര്യമില്ലാതാണ്. അല്ല, അവൾക്ക് അവളുടെ പാഷൻ അഡ്വക്കേറ്റ് ആവണം. ഡിഗ്രി എടുത്തിട്ട് എന്തൊക്കെ പ്ലാൻ ഉണ്ട് നമുക്ക്. പോണവരോട്ടെ പ്രഷർ ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മുടെ ആഗ്രഹം. അത് ശരിയാണ്. അപ്പം നാദർഷിക്ക വഴി കാട്ടിയായി ഇങ്ങനെ വന്നു. ഇപ്പം എല്ലാവരും അറിയപ്പെടുന്ന ഒരു രീതിയിൽ ഒരു ആർട്ടിസ്റ്റായി വരുന്നു. ആർട്ടിസ്റ്റായി വരുന്നു അല്ല, ഇനി എല്ലാവരും അറിയപ്പെടുന്ന രീതിയിലൊരു നായകനാവട്ടെ, ഒരു തിരക്കഥാകൃത്താവട്ടെ. നമുക്കിനി അടുത്തൊരു ഗെയിം സെഗ്മെന്റിലോട്ട് പോയാലോ? ഇവിടെ ഞാൻ ഈ ഒരു ബൗളിൽ കുറച്ച് ആക്ടേഴ്സിന്റെ പേര് എഴുതിയിട്ടിട്ടുണ്ട്. ഇത്രയും കാലം അറിയാവുന്ന ആക്ടേഴ്സിനെ ട്രൈ ചെയ്താണ്. ഇതറിയാത്ത കുറച്ച് ആളുകളാണ്. ആരാ എവിടെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഇതൊന്ന് എടുത്തോ, ഒരു മനസ്സിലൊക്കെ പ്രാർത്ഥിച്ചൊക്കെ എടുത്തോ കേട്ടോ. പ്രഭാസ്. ഓ അടിപൊളി. ചെയ്യോ? നീ ചെയ്തത് തെറ്റ് ശിവകാമി. എന്തായാലും കൊള്ളൂല. ഇല്ല മാമ, നിങ്ങൾ എന്റെ കൂടെയുണ്ടെങ്കിൽ എന്നെ ഒരുത്തനും തൊടില്ല മാമ. തുടരുത്, നേരെ കേട്ടരുത്. ഓക്കെ, അപ്പൊ പ്രഭാസ് നമ്മൾ ഏകദേശം വന്നു. ഇനി അടുത്ത ആരാ? എടുത്തോ. ഇതായിരുന്നു തിരിച്ചിട്ട് അറിയാവുന്നതായിരിക്കണേ. ദൈവമേ, ഷാറൂഖ് ഖാൻ. ചെയ്തോ. മീനമ്മ 1 2 3 സിദ്ദിഖിന്റെ പേര് കൺഫേം. സിദ്ദിഖ് ഏറ്റവും നന്നായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന ശബ്ദം ഷാറൂഖ് ഖാനാണ്. അറിയില്ല. ഡയലോഗ് മാത്രമേ അറിയുന്നുള്ളൂ. ഇത് പറയണം കേട്ടോ, ഞാൻ ടാസ്കാന്ന്. 2 ഇനി വേണോ? ഇതിന്റെ ഫാൻസുകാരുടെ തെറിയും കേൾക്കണം. ലാലേട്ടൻ, മോഹൻലാൽ ചെയ്ത പാപങ്ങൾക്കല്ലേ ഫാദർ കുമ്പസരിക്കാൻ പറ്റൂ, ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്കല്ലോ മാപ്പ്, എന്റെ അതിമോഹത്തിന് മാപ്പ്. അതാ പറയാ, അതിമോഹത്തിന് മാപ്പ്. രൺബീർ കപൂർ. കഴിഞ്ഞ ദിവസം ഞാനത് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. പാപ്പ മുസ്കോ ഭി നഹീ പോയി. അമിതാഭ് ബച്ചൻ. അത് ചെയ്യും. നമസ്കാർ, കോൺ ബനേഗാ കരോഡ്പതി. ഞാൻ എന്റെ രീതിക്ക് ട്രൈ ചെയ്തോക്കാം. കുറെ നേരം ട്രൈ ചെയ്തു. എനിക്ക് അറിയത്തൊന്നുമില്ല കേട്ടോ. അക്ഷയ് കുമാർ. സിദ്ദിഖ് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ പറഞ്ഞ ഒരു സാധനം, ഹാർപ്പിക് എടുക്കൂ, കുടുംബം വൃത്തിയാക്കൂ, ഡോണ്ട് കോപ്പ. ഡയലോഗ് മാറിപ്പോയി. ഡോണ്ട് ആംഗ്രി മീ. ഓക്കേ, പോരെ. സെറ്റ്. എന്നെ മിമിക്രി ചെയ്യിപ്പിക്കരുത്. ഇവിടെ മൊത്തം ഞാൻ തന്നെ ചെയ്ത് അലമ്പായിരിക്കും. ഇനിയിപ്പോ ഇതിനടിയിൽ എന്തായാലും ഞാൻ ചെയ്ത നല്ല മിമിക്രിയുടെ ഒരു കമന്റും അത് പറഞ്ഞപ്പോഴാണ് ചോദിക്കാൻ വന്നത്. ഒരുപാട് നെഗറ്റീവ് കമന്റ്സ്, അതായത് എന്ത് ചെയ്ത് കഴിഞ്ഞാലും നെഗറ്റീവ് കമന്റ്. അശ്വന്ത് ഒരു കലയാണ് ചെയ്യുന്നത്, ചിലപ്പോൾ മിസ്റ്റേക്സ് പറ്റാം, അവിടെ നെഗറ്റീവ് കമന്റ് വരുന്നു. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഇപ്പൊ നമ്മളെ നേരിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള മറുപടി കൊടുക്കായിരുന്നു. ഇപ്പൊ ഈ കമന്റ് ബോക്സിൽ ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞ ദിവസം ഒരു പുള്ളി കമന്റ് ഇട്ടിട്ട് ചുമ്മാ ഞാൻ എൻ്റെ മൈൻഡിലുള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഈ പറഞ്ഞ ഞാൻ ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തു.
ആ വീഡിയോ ചെയ്തിട്ട് അതിനിടയിൽ ഒരാൾ കമൻറ്റ് ഇട്ടേക്കാണ്, എൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്ന്, അത് പറഞ്ഞേക്കുന്നത് വേറെ സ്റ്റൈലാണ്, നിൻ്റെ തന്തയോട് വന്ന് പണിയാൻ പറയണ ഡാമെന്ന്. എൻ്റെ തന്ത അല്ലല്ലോ കേരളം ഭരിക്കുന്നത്. മാന്യമായിട്ട് കമൻറ്റ് ഇടുന്ന ചേട്ടന്മാരുണ്ട്, ഒരുപാട് പേരുണ്ട്. അവരൊക്കെ നമ്മളെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ അടുത്ത് ഈ ബ്രോ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചില സാധനങ്ങൾ ഇങ്ങനെ ചില സ്ഥലത്ത് വേരിയേഷൻസ് വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കണം. ഓക്കെ, താങ്ക് യു കേട്ടോ, ഞാൻ അപ്പം തന്നെ പറയും, അത് മര്യാദ. അച്ഛനോട് ചെയ്യുക, അമ്മയ്ക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ വന്നിടത്ത് ഞാൻ പറഞ്ഞത് ഐഡൻറ്റിറ്റി വന്നിട്ട് പറയട്ടെ. അല്ലാതെ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ചിലരെൻ്റെ വീഡിയോ കണ്ട് ഞാൻ അപ്ലോഡ് ചെയ്ത് യുവർ വീഡിയോ അപ്ലോഡ് 32 seconds ആകുമെന്ന് പറയുമ്പോഴേക്കും തന്നെ ആ വീഡിയോ കണ്ട് 1.5 minute വീഡിയോ ആയിരിക്കും, അപ്ലോഡ് ചെയ്തിട്ട് 32 സെക്കൻഡ് ആയിട്ടുള്ള, അപ്പോഴേക്കും തന്നെ കമൻറ്റ് വീഴും, പോരാ, കൊള്ളില്ല, ശോകം. അതും ടാർഗറ്റിംഗ് ആണ്. എനിക്ക് നല്ല കമ്പനിക്കാരുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ വീഡിയോയുടെ അടിയിൽ എനിക്ക് കമൻറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവൻ അതിന് മറുപടി കൊടുത്ത് കഴിഞ്ഞപ്പോൾ അവൻ്റെ അമ്മയ്ക്കും പെങ്ങൾക്കൊക്കെ പറഞ്ഞിട്ട് അത് സ്വന്തം ഐഡിയ ഇടട്ടെ, അപ്പം നമുക്കറിയാം ഇത് ഇടൂല, ഇത് അതിനുള്ള അവരെല്ലാവരും അവർക്ക് തന്നെ അറിയാം റിയൽ ഐഡിയ ഇടുന്ന മോശമാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം സാജു ചേട്ടൻ, പാഷാണ ഷാജൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ എല്ലാ വീഡിയോയുടെ അടിയിലും ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ മസ്റ്റായിട്ട് ഇടും. ഞാനിപ്പോൾ ഇനി കയറുന്നതിന് മുന്നേ വരെ ഞാൻ ഏറ്റവും ബെസ്റ്റായിട്ട് തരുന്ന പെർഫോമൻസിൻ്റെ അടിയിൽ ടിനി ടോം കൊള്ളാമായിരുന്നു, ടിനി ടോമിനെ പോലുണ്ട്. ഞാൻ ടിനിച്ചേട്ടൻ എന്താ കുഴപ്പം? ടിനിച്ചേട്ടൻ ഞാൻ പറഞ്ഞത് ടിനിച്ചേട്ടൻ നല്ല മിമിക്രി ആർട്ടിസ്റ്റാണ്. അദ്ദേഹം അമ്മ ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. ടിനിച്ചേട്ടൻ മിമിക്രി ഇപ്പോഴാണ് ആളുകൾക്ക് ഇഷ്ടമല്ലാണ്ടായി മാറിയത്. ടിനിച്ചേട്ടൻ്റെ മിമിക്രി ഇപ്പോൾ ഇഷ്ടമല്ലാണ്ടായി മാറി, ദിലീപേട്ടൻ്റെ കോമഡികൾ ഇപ്പോൾ ഇഷ്ടമല്ലാണ്ടായി മാറി. ഇതൊക്കെ ഈ പറയുന്ന 90s കിഡ്സോ അല്ലെങ്കിൽ ഈ കമൻ്റ് ഇടുന്നവന്മാരൊക്കെ അവരുടെ യങ്ങർ ടൈമിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് വന്നാന്നുള്ള കാര്യം അവർ മറന്നിട്ടാണ് ഈ പരിപാടി. ഇത് ടിക്ടോക്ക് എവിടെ? ടിക്ടോക്ക് ഇപ്പം ഇല്ല. എല്ലാത്തിനും ഒരു പീക്ക് വന്ന ഒറ്റ എൻഡ് ഉണ്ടാവും. എവറിത്തിങ് ഹാസ് ആൻ എൻഡ്. അപ്പം ദിലീപേട്ടൻ്റെ കോമഡികൾ ഇപ്പോൾ പരാമർശിച്ച് ദിലീപേട്ടനെ കളിയാക്കുന്നവരുണ്ട്, ടിനിച്ചേട്ടനെ കളിയാക്കുന്നവരുണ്ട്, ഒട്ടുമിക്ക എല്ലാ ആർട്ടിസ്റ്റും ബിനിച്ചേട്ടനെ അടിമാലിനെ കളിയാക്കുന്ന എന്തോരം പേരുണ്ട്. ഞാൻ പറയുന്ന ഈ കളിയാക്കുന്ന ആൾക്കാരെന്നാ വാ സ്റ്റേജിലോട്ട് വാ, വന്ന് നിന്നിട്ട് ചെയ്ത് കാണിക്ക്. അത് പറയുമ്പോൾ ഇപ്പോൾ പറയും ഞങ്ങൾക്ക് അതല്ല പണി, അങ്ങനെയാണെങ്കിൽ മിണ്ടരുത്. അല്ലാതെ എല്ലാം കൂടെ പറയുന്നത് എങ്ങനെ ശരിയാകുന്നത്? അപ്പം അങ്ങനെ പറയുമ്പോൾ അത് ആസ്വാദകരാകും. ഇത് കമാൻഡ് ചെയ്യും. അങ്ങനെ രണ്ടും പറയുമ്പോൾ എല്ലാ സൈഡും പറയണം. ലാസ്റ്റ് ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ സമയത്ത് ഞാൻ സിദ്ദിഖും മഹേഷും കൂടെ പാർവതിയുടെ ചാനലിൻ്റെ ഹാപ്പി ഫ്രെയിംസിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പം അതിനിടയിൽ ഞാൻ ചെയ്ത മിമിക്രി നന്നായിരുന്നു, ഫൈൻ. അപ്പം അതിനെന്നെ ഒന്നും പറയാൻ പറ്റണില്ല. കോസ്റ്റ്യൂമും കുഴപ്പമില്ല, എൻ്റെ സംസാരം അത്യാവശ്യം കണ്ടുപോയി. അപ്പം എനിക്ക് അഹങ്കാരമാണ്. എന്ത് കണ്ടിട്ട് അഹങ്കാരിക്കും? ഞാൻ ഇതിന് അഹങ്കരിക്കുന്നത്? എനിക്ക് അഹങ്കരിക്കാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ ആരുടെ മുകളിൽ വളർന്നിട്ടില്ലല്ലോ. എനിക്കൊക്കെ ഇനിയും പോകാൻ എത്ര വർഷം കിടന്ന് കഷ്ടപ്പെട്ടാലും ഒരു സ്ഥാനത്തെത്താന്നുള്ള കാര്യം നമുക്ക് എൻ്റെ മനസ്സിൽ ഞാൻ പക്കായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ കമന്റ് ഇടുന്നവർ കമന്റ് ഇട്ടോ, നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ കമന്റ് ഇടുന്നവർ നേരിട്ട് കാണുമ്പോൾ സെൽഫി എടുക്കാൻ വരുന്നെന്നുള്ളതാണ് മറ്റൊരു സത്യാവസ്ഥ. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇപ്പൊ പല ആളുകളും നെഗറ്റീവായിട്ട് കമന്റ് പറയും, ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്യും. പക്ഷെ ഇയാളെ സൊസൈറ്റി കാണുമ്പോഴേക്കും അയ്യോ ഇത് ഇന്നാളല്ലേ ഒരു സെൽഫി എടുക്കാൻ, ആ ഒരു രീതി ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ എന്താണ് ഇവർ റിയൽ ആയിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. ഞാൻ ഇപ്പൊ നമ്മുടെ അജിന്റെ ഒക്കെ കമന്റ് ബോക്സ് കാണണം. അജിന്റെ ഒക്കെ പാവം കൂട്ടുകാരൻ എൻ്റെ അളിയാ എന്റെ കമന്റ് ബോക്സ് നോക്കണം. അല്ല അത് ഞാൻ കറക്റ്റ് ഇമിറ്റേറ്റ് ചെയ്തത്. അളിയാ എന്റെ കമന്റ് ബോക്സ് നോക്കണം, നീ നോക്കളിയാ, അതിന്റെ അപ്പുറമൊന്നും വരൂല ശാലു, വരില്ല. ഞാൻ പറയാം സ്റ്റേജിൽ നിന്ന് നമുക്ക് ബാലൻസ് ചെയ്യാൻ. ഞങ്ങളിപ്പം നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഏത് സ്റ്റേജ് ഷോസിന് പോയി നിൽക്കാൻ നമ്മൾ ഫേസ് ചെയ്യുന്ന 10,000, 4,000, 5,000 ആൾക്കാരെയാണ്. അവരൊരു 10 പേര് തെറി ഉറപ്പായിട്ട് തെറി പറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കാൻ ഒരു തിരിക്കട്ടി വേണം. അത് 8-10 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെയൊക്കെ പേജ് നിന്നിട്ട് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് നിർത്തും ഓർത്തിട്ടാണെങ്കിൽ ഇതൊരിക്കലും നിർത്താൻ പാടില്ല. നമ്മൾ സ്വയം വിചാരിക്കണം. ഇത്രയും നേരം നമ്മള് ട്രാജഡിയിലായിരുന്നു, നമുക്കിനി അടുത്ത ടാസ്കിലോട്ട് പോവാം അല്ലേ? ഞാന് കുറച്ച് രാഷ്ട്രീയക്കാരുടെ പേര് പറയാം. അവര് ഏത് നടനുമായിട്ടാണ് കൂടുതൽ യോജിക്കുന്ന ആ രീതിയിൽ കഥാപാത്രം. ഇപ്പൊ നമുക്ക് നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ എടുക്കാം. അപ്പൊ ഏത് നടനെയായിരിക്കും ഉപമിക്കാൻ പറ്റണേ? പണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കോട്ടമൈ തന്നെ വരെ ഓടിച്ചായി ആസനുള്ളൂ. എന്തിനും മടിക്കാതെ അറക്കിലപ്പോ അതാണ് കഥാപാത്രം. എന്തിനും മടിക്കാതെ ആസാനം. ഓക്കെ, നെക്സ്റ്റ്. ഇനി നമുക്ക് ഉമ്മൻചാണ്ടി. അയ്യോ ഭയങ്കര സൗമ്യനാണ്, ലോലഹൃദയം. ഉമ്മൻചാണ്ടി സാറിന് ചെയ്യാൻ പറ്റിയത് കഥാപാത്രം വയ്യ മടുത്തിരിക്കണം. പാവം പോലെ ശബ്ദമല്ല, ഞാൻ മാനസം കാണിച്ചതേ ഉള്ളൂ. എൻ്റെ പൂർണ്ണ ത്രൈശ ബാബു നമ്പൂതിരിനെ പറ്റി ഭയങ്കര സൈലൻ്റാണ് സാറ്. ഷാഫി പറമ്പിൽ.
മേ ഐ കമിൻ? ഏതെങ്കിലും 10 പേരെ തല്ലി ഡോണായവനല്ല ഞാൻ തല്ലിയ 10 പേരും ഡോണ. ഉലയിൽ ഊതി ഊതി അടിച്ചടിച്ച് അവരാ ഇരുമ്പിനെ കത്തിയാക്കി. കത്തിക്കൊന്നല്ലേ അറിയൂ ഷാഫിക? യാഷിന്റെ ഓൾവേസ് എ ഫാൻ ബോയ്. ഓക്കെ, ഇനി നമുക്ക് ശശി തരൂരിനെ പിടിക്കാം. അത് പൃഥ്വിരാജ്. ഇംഗ്ലീഷ് എപ്പോഴും ഇംഗ്ലീഷ് ആയിട്ട് പറയാൻ പറ്റുന്നത്. അത് ഇംഗ്ലീഷ് പറയാൻ എനിക്ക് അറിയത്തില്ല. തട്ടിക്കുട്ടി പറഞ്ഞാൽ മതി. വി ആർ ഗോയിങ് ഓൺ. പറ്റത്തില്ല. രാജുവേട്ടൻ ഇംഗ്ലീഷ് പോകും. ഇപ്പൊ ഇപ്പൊ ഉണ്ണിമുകുന്ദനാണ് ഫ്രണ്ടിലിരിക്കുന്ന ആ രീതിയിൽ ഇന്റർവ്യൂ ചെയ്യണ പോലെ ചെയ്യാം. അപ്പൊ ആ രീതിയിൽ എനിക്ക് ഉത്തരം തന്നാ മതി. ഹായ്, ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് നമ്മുടെ സ്വന്തം ഉണ്ണിമുകുന്ദനാണ്. വെൽക്കം ടു ദ ഷോ. നമസ്കാരം. ഇപ്പൊ ചെയ്ത മൂവീസ് എല്ലാം ഡിവോഷണൽ ടൈപ്പ് ആയിട്ടുള്ള മൂവീസ് ആണ്. ആരാണ് പറഞ്ഞത് ഞാൻ ഡിവോഷണൽ ടൈപ്പ്? ഈ മാളികപ്പുറം ചെയ്തു, ഇപ്പൊ ജയ് ഗണേഷ് ചെയ്തു. അത് ഒരിക്കലും ഞാൻ ഡിവോഷണൽ ബേസിലുള്ള സിനിമകളല്ല. എൻ്റെ റൂട്ട് നല്ല നല്ല കഥാപാത്രങ്ങൾ തേടിയിട്ടുള്ള ഒരു റൂട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അടുത്ത 2 വേറെ ഡിവോഷണൽ മൂവീസിന്റെ അനൗൺസ്മെന്റ് ചെയ്തല്ലോ. എന്തോ ഡിവോഷണൽ സിനിമ ഞാനിപ്പോ ജയ് ഹനുമാനോ അങ്ങനെ ഇല്ല. ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമ ഒരിക്കലും ഡിവോഷണൽ ആയിട്ടുള്ള പടങ്ങളല്ല. ഇനിയിപ്പോ വരാൻ പോകുന്ന ഓം നമ ശിവായ ഉണ്ട്, അതുപോലെ ജയ് ഹനുമാൻ ഉണ്ട്, അതുപോലെ മാളികപ്പുറം 2, 3 ഉണ്ട്. പിന്നെ അങ്ങനത്തെ കുറച്ച് പടങ്ങളാണ്. അതൊന്നും ഡിവോഷണൽ ടൈപ്പ് മൂവീസ് അല്ല. പേര് മാത്രമേ ഉള്ളൂ, കണ്ടന്റ് വേറെയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇപ്പൊ ലൈവ് പറഞ്ഞോണ്ടാണ് മാളികപ്പുറം സിനിമ എനിക്ക് മുമ്പിൽ വെച്ച് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയാണ്. അതും ഇപ്പൊ അതിനകത്തൊരു ഡയലോഗ് ഉണ്ട്. അപ്പോൾ മാളികപ്പുറത്തിന് ശബരിമലയിൽ പോകണം, അയ്യപ്പനെ കാണണം, വഴിയുണ്ടാക്കാം. ഇതൊക്കെ റിസ്ക്കാണ് സ്വാമി. മനസ്സുകൊണ്ട് ആഗ്രഹിച്ചില്ലെങ്കിലും ഒരുവണ്ണത്തിന് താങ്ങി പിടിച്ച് കയറ്റാൻ നോക്കിയല്ലേ. എന്നിട്ട് ഇപ്പം എന്തായി? സ്വാമി ആരെ എപ്പോൾ മുകളിൽ കയറുന്നത് ആള് തീരുമാനിക്കും. ആ 2 കുഞ്ഞുങ്ങൾ മല കയറിയത് മൂപ്പർ ആഗ്രഹിച്ചിട്ടാ. ഈ ഞാൻ നിമിത്തം മാത്രം സ്വാമി ശരണം. നമ്മൾ കണ്ണടിച്ച് കേൾക്കുമ്പോ കറക്റ്റ് ആ നടനെ കേൾക്കുന്ന പോലെ തന്നെ ഉണ്ട്. ഇനി ഞാൻ അടുത്ത നടനെ പറയാം. നമുക്ക് ഷൈനകത്തെ ചെയ്യാം. അല്ല, എന്താണ് പരിപാടി? എന്താണ് പരിപാടി? ഒരു പരിപാടിയില്ല. പരിപാടിയില്ല. പിന്നെ എന്താണ് എന്നോട് വിളിച്ച് വരുത്തി? എന്താണിത്? പേരെന്തായിരുന്നു? പേര് ശൈലയല്ല, ശാലു. ശാലു എന്ന് പറയുമ്പോ നല്ല പേരാ. കുഴപ്പമില്ല. അല്ല, അതെന്താണ്? ഫ്ലവർ വൈസ്. അത് ഇവിടെ വെക്ക്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കളറാവൂലേ? ഇപ്പോഴും കളറിലാണ്ടിരിക്കണല്ലേ. മൊത്തം പൊളി മൂഡിൽ പോയി വേറെ തരത്തിൽ പോകും. ആ ലൈറ്റ് ഇവിടെ ഒരെണ്ണം കൊടുക്കുക, ഈ ലൈറ്റ് ഇവിടെ വെക്കുക. ഈ സൗണ്ട് മാത്രല്ല, ആളാ ക്യാരക്ടർ കൂടിയായി മാറാം. ടോട്ടലി ആ ഒരു മാനർസും മൊത്തം ആ രീതിയിലോട്ട് പോകും. സ്റ്റേജിൽ നിന്ന് നമ്മളിപ്പം സ്പോട്ട് ഡബിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ വരുന്നവര് വീഡിയോ എടുക്കും ബാക്കിൽ നിന്ന്. നമ്മൾ തിരിഞ്ഞല്ലേ നിൽക്കുന്നത്. അപ്പം ഞാൻ പൃഥ്വിരാജിൻ്റെ ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ മറ്റേ ജനഗണമനക്കകത്തായിരിക്കും ചെയ്യുന്നത്. മറ്റേ 4 പേരെ ഉടുവസ്ത്രം അഴിച്ച് തെരുവിൽ തല്ലുന്നു. അതങ്ങ് UP-യിലല്ലേ? ഒരു മൈക്കുണ്ടാവും. മാംസം കടത്തിനൊരാളെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്നു. അതങ്ങ് ബീഹാറിലല്ലേ? അപ്പം ഞാൻ പറയുന്ന ശബ്ദാനുകരണം എന്നല്ല, ആവാഹനം. തുടങ്ങിക്കഴിയുമ്പോൾ ഇങ്ങനെ നമ്മൾ പല സാധനത്തിലേക്ക് ചെയ്തപ്പം ഉണ്ണിച്ചേട്ടൻ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരു സാധനം പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം നമ്മളെ ചെയ്യാൻ നേരത്ത് നമ്മുടെ താടി ഞാൻ എത്ര താത്തിൽ ഇങ്ങനെ പൊങ്ങി വരും. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴാണല്ലോ ഈ ഒരു സാധനം വരും. എന്താണ് വെച്ചാണിത്? ഓണാണ് ക്യാമറ വരും ഓട്ടോമാറ്റിക്കലി. അടുത്തത് നെസ്ലിൻ. മറ്റേ പ്രേമലു. എനിക്ക് കിട്ടിയില്ല, നിനക്കും കിട്ടൂല, അവസാനം നീ കരയും മോനെ. അനുഭവം കൊണ്ട് പറയുന്നതാണ്. അതുകൊണ്ട് ദേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അവളോട് പോയി പറഞ്ഞു. നിനക്ക് മറ്റേ ഡയലോഗ് പറയായിരുന്നില്ല ഒരു ഭംഗിക്ക്, നിനക്ക് എന്നേക്കാ നല്ല പെണ്ണിനെ കിട്ടുമെന്ന്. അമൽ ഡേവിസ് പ്ലാനൊക്കെ മൊത്തം മൂഞ്ചിലാണ് പോയി. അടിപൊളി, കൊള്ളാം, നൈസായിട്ടുണ്ട്. അപ്പൊ ഒരുവിധപ്പെട്ട ആർട്ടിസ്റ്റുകളെല്ലാം ചെയ്യും. ഷോ എന്റെ മുമ്പിലിരിക്കുന്നത് നാളെ ഇനിയിപ്പം എനിക്ക് പ്രൗഡായിട്ട് പറയാം, വലിയൊരാളായി കഴിഞ്ഞാൽ പറയാം ഞാൻ ഇന്റർവ്യൂ ചെയ്ത ഒരാളാന്ന് എനിക്ക് പ്രൗഡായിട്ട് പറയാം. എന്തായാലും താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തു. നിവിൻ പോളിയുടെ വോയിസ് ആണ് ഞാൻ ചെയ്തത്. മറ്റേ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ പടത്തിനകത്ത് ഒരു സാധനം ഞാൻ ചെയ്തിട്ട്. അപ്പം എൻ്റെ ഈ ഫോൺ നമ്മൾ അത്ര വലിയ സ്പെഷ്യൽ ഫീച്ചേഴ്സുള്ള ഫോണല്ല. അപ്പം മറ്റേ എൻ്റെ ഒരു ഫ്രണ്ട് വിഷ്ണു എന്ന് പറഞ്ഞു, വിച്ചു എന്ന് പറയുന്നത്, അവൻ വന്നിട്ടാണ് ഇതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യും. അവനന്നില്ല. അപ്പം ഞാനന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ ഇതിൻ്റെ റെൻഡറിങ് മിസ്റ്റേക്ക് വന്നു. അപ്പോൾ ഞാൻ സ്പോട്ട് ഡബ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് ചെയ്തിരുന്നത്. അതിൽ താഴെ വീഡിയോ മോളിയാണ്. ഇപ്പം ലിപ്പ് മിസ്റ്റേക്ക് വന്നു. അപ്പം അതിനിടയിൽ കുറേ പയ്യന്മാർ ഇങ്ങനെ ഫേക്ക് ദിസ് ഈസ് ഫേക്ക് എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. അപ്പം അത് ആ സാധനം ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫേക്ക് അല്ല. അതെ, എല്ലാവർക്കും ഒരു മറുപടി ഇപ്പൊ എവിടെ വെച്ച് കൊടുക്കണം? തുടങ്ങിക്കോ. Because I am an outsider.
I have no support. I have no godfather, god damn it. നിലവാരമുള്ള നല്ല സിനിമകൾ ചെയ്യുന്നുള്ള ആഗ്രഹത്തോടെ തന്നെയാണ് നല്ല സിനിമ വന്നത്. പക്ഷെ ഇതിനകത്ത് വന്നപ്പോൾ ഇവിടെ എന്താ കോക്കസ്, ബെൽറ്റ്, ഗ്രൂപ്പിസം, ഫേവറേറ്റിസം, നാപ്പോട്ടിസം. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഒറ്റയ്ക്ക് വന്നവനെ കളിയാക്കുന്നോടാ പട്ടികളെ, ബോഡി ഷേമിങ് ചെയ്യുന്ന പട്ടികളെ. കറക്റ്റ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ പോയി കണ്ടപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആയ സീനായിരുന്നു. എനിക്ക് ഒന്നും കൂടി നീമ്പോടി മുന്നിൽ വന്നിരുന്നോലുണ്ട്. അടിപൊളി അടിപൊളി കൊള്ളാം. ഇപ്പൊ എല്ലാവർക്കും മറുപടി കിട്ടിയല്ലോ അല്ലെ? എല്ലാവർക്കും കിട്ടിയല്ലോ, കൃത്യമായിട്ട് മറുപടി കിട്ടിയല്ലോ. സ്പോട്ട് ഡബിങ് ആണെന്നുള്ളത് അല്ലേ? സമാധാനമില്ലേ? ബേസിലേട്ടൻ്റെ ഒക്കെ ഞാൻ ഇടാൻ നേരത്ത് വന്നിട്ട് ബേസിൽ ജോസഫിന്റെ ചെയ്യുമ്പോ മറ്റേ ഗുരുവായൂരമ്പനാട്ടിനകത്ത് ആനന്ദേട്ടാ, ഞാൻ ശരിക്കും നാട്ടിലേക്ക് വരുന്നത് എന്താണെന്നറിയോ? കല്യാണം കഴിക്കാനല്ല, എന്റെ ആനന്ദേട്ടനെ കാണാനാ. നിങ്ങളെടുത്ത മോട്ടിവേഷനാ എന്നെ ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്നത്. അമ്മ, ആ കവറിലിരിക്കേണ്ട കശുവണ്ടി ബദാം എനിക്കുള്ളതാണ്. അച്ഛ, ഇത് അച്ഛനുള്ള ടൈഗർ ബാം, ഇത് എന്റെ ആനന്ദേട്ടനുള്ള ഐഫോൺ. അതൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ അടുത്ത് ഫേക്ക്. അപ്പൊ ഞാൻ ശരി. അപ്പൊ എന്ത് ചെയ്തിട്ടും മറ്റൊരു ഷെയ്ൻ പറഞ്ഞ എന്ത് ചെയ്തിട്ടൊരു കാര്യമില്ല സജി എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ്. കുറേ സാധനങ്ങൾ ഞാൻ ചെയ്തിട്ടു. അപ്പം ഒക്കെ നെഗറ്റീവ്. ബേസിലേട്ടൻ്റെ ഇട്ടപ്പോഴും അതുപോലെ ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ പൃഥ്വിരാജിന് പിന്നെ അങ്ങനെ 100% പെർഫെക്റ്റ് അല്ല ചെയ്യുന്നത്. ഒരു ഇത്ര ശതമാനം മാത്രമേ വരുന്നുള്ളൂ. എനിക്ക് ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്ത സാധനം അതാണ്. കാരണം നമ്മൾ ആ ഒരു സ്പോട്ട് ഒരു ശബ്ദം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെടുക്കുന്ന എന്നാൽ ഇന്ന് ഫോൺ എടുത്തിട്ട് ഓക്കെ എന്നാൽ ചെയ്തേക്കാം. നിവിൻ പോളി എന്ന് പറഞ്ഞ് ഇവിടെ ഞെക്കുമ്പോൾ വരുന്നതല്ലോ. നമ്മളിരുന്ന് അതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് ഇപ്പം നിവിൻ ചേട്ടൻ്റെ ശബ്ദം ഇതിന് ഹൈ ആണ്. തട്ടത്തിൽ പറഞ്ഞാത്ത എക്സാക്ട്ലി കംപ്ലീറ്റ് വേറെ വോയിസാണ്. പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിലൂടെ ഞാൻ ഐഷോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിര കാറ്റുണ്ട്. ഓളാ തട്ടോട്ട് കഴിഞ്ഞ സാറേ, അതാണ് റൂട്ട്. അപ്പോൾ ആ ശബ്ദത്തിൽ നിന്ന് ഈ ശബ്ദത്തിലേക്ക് എടുക്കാൻ വേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ ചെയ്ത രാഹുൽ ഗാന്ധിയുടെയൊക്കെ വോയിസ് എടുക്കാൻ നേരത്ത് അദ്ദേഹം പ്രസംഗിക്കുന്ന സാധനമായിരിക്കും നമ്മൾ ചെയ്യുക. രാഹുൽ ഗാന്ധിനെ ചെയ്യും. ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പുള്ളി ഒരു ഭയങ്കര വിവാദമായിട്ടുള്ള സംഭവത്തെ പറ്റി പുള്ളി പറഞ്ഞു, मुझे कहते हैं सही बात बोलने के लिए माफी मांगू। भाइयों और बहनों, मेरा नाम राहुल सावरकर नहीं है, मेरा नाम राहुल गांधी है। मैं सच्चाई के लिए माफी मांगू, मर जाऊंगा मगर माफी नहीं मांगूंगा. ഇതിങ്ങനെ ആയി വരുന്നതാണ്. അപ്പം നമ്മൾ നരേന്ദ്രമോദിനെ ആക്ട് ചെയ്യും. मेरे प्यारे देशवासियों, ചെറുതായിട്ട്. അപ്പം ഇതിനൊക്കെ എഫേർട്ട് ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. മിമിക്രി ഒരിക്കലും സിമ്പിളായിട്ടൊരു സംഭവമല്ല. ഞാനൊക്കെ തുടങ്ങിയ സമയത്തിരുന്ന് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ചില ശബ്ദം. ഈ നിവിൻ പോളിയൊക്കെ ഞാൻ 28 ദിവസം കൊണ്ട് ഓടിയ ശബ്ദം വോയിസ് തൊണ്ടയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഇത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, എങ്ങനെ പ്രസൻറ്റ് ചെയ്യും എന്നുള്ള സാധനങ്ങളൊക്കെ പറ്റണമല്ലോ. ഇപ്പം സൗബിന് വേണ്ടി ഇപ്പം 8 പടത്തിൽ ഡബ് ചെയ്ത് ആ 8 പടത്തിൽ ഞാൻ ഡബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് 8-9 മാസം ഞാൻ മെനക്കെട്ടിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ് അർജുൻ അശോകൻ ചേട്ടൻ്റെ വോയിസ് ഞാൻ ഒരു 6 വർഷം മുന്നോട്ട് എനിക്ക് അർജുൻ ചേട്ടൻ നന്നായിട്ടറിയാം. ഞാൻ ചെയ്തിട്ട് അർജുനേട്ടൻ അന്ന് എൻ്റെ അടുത്ത് പറയുന്നത്, എടാ നാളെ ഞാൻ എന്തെങ്കിലും ആവുകയാണെങ്കിൽ എൻ്റെ വോയിസ് ചെയ്ത് പഠിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ഓക്കെ. ഇപ്പം ഞാൻ ചെയ്തിട്ട് അയച്ചു കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഷെയർ ചെയ്യണ പുള്ളിയാണ്. ഇപ്പം ബ്രഹ്മയുഗം വന്നപ്പം ഇത് കരുക്കള്, ഇത് രണ്ടും പകിട, എറിയുമ്പോൾ വീടുന്നതിന് എണ്ണം നോക്കി കരു നീക്കണം, ആദ്യം ഇവിടെ കരുവത്തിനാൾ വിജയിക്കും, ഒക്കെ ഒരു ഭാഗ്യം പോലെ അടിയന് പോകേണ്ടതായിട്ടുണ്ട്, അമ്മ കാത്തിരിക്കും, എൻ്റെ വിധിയുടെ താക്കോല് അങ്ങയുടെ അടുത്തല്ലേ എന്ന് പറഞ്ഞ് ചെയ്യുമ്പം ഞാൻ അദ്ദേഹം എൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ നോട്ട് ചെയ്യുന്ന മാനറിസം ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന മോഡുലേഷൻ, പിന്നെ ശബ്ദം, അതാ സ്ലാങ് കിട്ടണമല്ലോ. അപ്പം എന്തു പറഞ്ഞാലും തുറന്ന് അടഞ്ഞു പറയുന്ന കുറേ ആൾക്കാർ നമ്മുടെ സണ്ണി മീൻ. ഇപ്പം അപ്പൻ സിനിമ കണ്ടിട്ടുണ്ട്. ജീവിതത്തിലൊരിക്കൽ പോലും എനിക്കങ്ങേരെ എൻ്റെ അപ്പനായിട്ടോ അങ്ങേർക്ക് ഒരു മകനായിട്ടോ തോന്നിയിട്ടില്ല. സ്നേഹത്തോടെ എപ്പോഴെങ്കിലും ഒന്ന് അപ്പാന്ന് വിളിച്ചാ എന്നാടാ നാറിന്നാ വിളിയേക്കാം, പിന്നെ എങ്ങനെ സ്നേഹിക്കാന്. അതുപോലെ ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്ന നമ്മുടെ സൈജു കുറുപ്പ്, സൈജു ചേട്ടൻ ആടിനകത്ത് തന്നെ തുടക്കം വന്ന മാസമായിട്ട് വന്നിട്ട് കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പൻ്റെ കയ്യേർത്തപ്പോൾ കട്ടച്ചോരയാണ് മുഖത്ത് വെച്ചത്. അത്രയ്ക്കും വല്ലല്ലോ ഷാജേട്ടാ ഒരു പീറാണ്. എന്നിട്ട് ഷാജേട്ടാ ഞാൻ ജീവിതത്തിൽ ഒരു കോഴി കുഞ്ഞിനെ പോലെ കൊന്നിട്ടുള്ള ഷാജേട്ടാ കൊന്നു ശരിയാ, പക്ഷെ അത് ഞാനല്ല ഷാജേട്ടാ, നമ്മളൊരു അറിയാതെ ഒരു അധോലോകമായി മാറിയിരിക്കുകയാണ് എന്ന് പുള്ളി പറയുന്നത് കേൾക്കാൻ പറ്റും. ഓക്കെ. പിന്നെ അങ്ങനെ ഞാൻ അധികാരമെടുത്ത് കേട്ടിട്ടില്ല. നമ്മുടേതായ പരീക്ഷണങ്ങൾ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ അതാകുമ്പോൾ ഡയലോഗ് തെറ്റിയാലും ആരും കണ്ടുപിടിക്കാൻ പോകുള്ള വിജയ് ദേവർക്കൊണ്ട അർജുൻ റെഡ്ഡി എന്ന് പറഞ്ഞത്.
డూ ఐ డిసర్వ్ దిస్? సినిమాటిక్ ఎక్స్ప్రెషన్తో మాట్లాడటా ముండియ మొగలు కుడతా అసలేంటి వాడు అర్ధ కవర వాంకి చెక్ అయినడి వాంకు ఏంటి అను ఇంకోసారి అను గలీస్ గలీస్ బాటలు పడతా ప్రీతి ఇమాజిన్ దిస్ ఇస్ 2017. ఇమాజిన్ ఇది రాజుల కాలం అనుకో മണിത്തർ മാതുല അഡ്വച്ചക്ക് വാർണ ചൂസ്ന വേണു വണ്ടി മുത്ത് പീല ചേച്ചേക്കൊണ്ട് నేను ട്രഡീഷണൽ തുളു സ്റ്റൈൽ ഒന്നും മനസ്സിലായില്ല എനിക്ക് മനസ്സിലായില്ല ഞാനത് മറ്റേ സ്ലോ മോഷൻ ഇട്ടിട്ട് എഴുതി പഠിച്ചാണ് എന്താ തുളു സ്റ്റൈൽ അല്ലെന്ന് മനസ്സിലായി എന്താ ഇതിന്റെ മീനിങ് എന്നറിയോ അത് ഡു ഐ ഡിസർവ് ദിസ് ഇമാജിൻ ദിസ് ഇത് 2017 ഇത് പണ്ടത്തെ കാലമാണെങ്കിൽ നമ്മൾ എങ്ങനെ ഇപ്പൊ നമ്മൾ ഇത്ര അടുപ്പത്തിലാകുമായിരുന്നു തെലുങ്ക് അറിയാൻ കുറച്ചൊക്കെ അതും ഞാനിയാണല്ലേ കുറച്ച് അപ്പൊ ഓൾ ഇൻ ഓൾ ആണ് ശരിക്കും പറഞ്ഞ അങ്ങനെയൊന്നുമില്ല. ഞാൻ ഈ വിനായകനെ എനാക്ട് കേട്ടിട്ടുണ്ട്. നമുക്ക് വിനായകനെ പിടിച്ചാലോ? നമസ്കാരം. നമസ്കാരം. ഞാനാണല്ലോ നമസ്കാരം പറയണ്ടേ? അല്ല ഞാൻ പറഞ്ഞ കുഴപ്പമാണോ അത്? ആണോ? അല്ല നമ്മളൊരു ഇന്റർവ്യൂവിന് വരുമ്പോ അതൊക്കെ ബേസിക് മര്യാദയാണ്. ഒരാൾ ഇന്റർവ്യൂവിന് നമസ്കാരം പറഞ്ഞു. അല്ല ഞാൻ പറഞ്ഞതിന് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. നമസ്കാരം പറയൂ, ബാക്കി പറയൂ. ഞാൻ ഷാലു. ഷാലു ഫൺ വിത്ത് സ്റ്റാർസിന്റെ ഇതിലാണ് നമ്മളിപ്പോ ഇരിക്കുന്നത്. എന്ത് ഫൺ വിത്ത് സ്റ്റാർസ്? ഫൺ വിത്ത് സ്റ്റാർസ് ഞാനാണോ സ്റ്റാർ? അപ്പ അതെ. ഏത് സ്റ്റാറാണ് ഞാനിപ്പോ? ഫിലിം സ്റ്റാർ ആണല്ലോ. ഫിലിം സ്റ്റാർ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്ന് പറഞ്ഞു. ഫിലിം സ്റ്റാർ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഫിലിമിൽ അഭിനയിക്കുന്നോണ്ട് ഫിലിം സ്റ്റാർ. അപ്പൊ എല്ലാരും സ്റ്റാറാണ്, ഞാൻ മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാരെയും വിളിക്കാത്ത എന്താണ് നിങ്ങള്? ഇവിടെ വിനായകൻ ചേട്ടൻ മാത്രല്ലേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞു എല്ലാവരും അഭിനയിക്കുന്നവരെല്ലാം ഫിലിം സ്റ്റാർസ് ആണെങ്കിൽ ബാക്കിയുള്ളവരെവിടെ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഐ ആം വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊമിനന്റ് ആക്ടർ ഓഫ് മലയാളം ഫിലിം ഇൻഡസ്ട്രി ഫോർ ദ ലാസ്റ്റ് 20 years. അപ്പൊ എന്നെ നിങ്ങൾ വിളിച്ചു വരുത്തി കളിയാക്കണത്. ഫൺ വിത്ത് സ്റ്റാർസ് ഞാനില്ല, ഞാൻ പരിപാടിയിൽ നിന്ന് പോണേണ്. ഒരുപാട് പൂരട്ടെ. ഇനി അപ്പൊ നമുക്ക് ആരെ ആക്ട് ചെയ്യാൻ പറ്റും? ഇനി ഇപ്പൊ പോരെ, ലാസ്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വിജയ് സേതുപതി ഒറ്റ സ്ട്രെച്ചിലൂടെ ഡയലോഗും. അത് കഴിയുമ്പം എന്റെ പരിപാടി കഴിയും. അപ്പം മറ്റേ ഞാനും റൗഡിദാൻ എന്ന് പറഞ്ഞ ചിത്രം. அன்வர் உனக்கு தெரிஞ்சவன் ஃப்ரெண்ட் இருப்பான், லவ் பண்ணி வச்சுக்கோயே. அந்த பொண்ணை அப்படியே அவங்க கூட அங்கே விட்டு விளங்கிட்டு போனால் உனக்கு அந்த பொண்ணை எவ்வளோ அளவு பிடிச்சாலும் சரி. அதை விட நான் பேசு நீ பேசு, நான் மெசேஜ் பண்ணு நீ மெசேஜ் பண்ணு, நான் கால் பண்ணு நீ கால் பண்ணு, நான் வெளியே கால் பண்ணு நீ வெளியே கால் பண்ணு. இதுக்கெல்லாம் பேர்னு தெரியுமா? டேய் லவ் ஆகிற பிரச்சனை பொறுக்கும். சண்டை வரத்த செய்யும், கேப் விடத்தா செய்யும். அந்த கேப்பில் தான் நான் அவளை மிஸ் பண்ணுவேன், அவள் என்ன மிஸ் பண்ணுவேன். எங்கள் லவ் கொஞ்சம் டெவலப் ஆகும், இன்னும் கொஞ்சம் ஸ்ட்ராங் ஆகுவேன். அந்த கேப்பில் தான் நீ வச்சுக்க. உனக்கெல்லாம் 10 பைசா பிரச்சனை கிடையாதுடா. என்ன அங்கே சுற்றிங்க அதுக்காக எல்லாம் உண்மையாக பண்ணி இங்கே வச்சுக்க. ഏയ് ആർ യു ഓക്കേ ബേബി? ഐ ആം ഓക്കേ. അടിപൊളി കോളം, അടിപൊളി. കറക്റ്റ്. നമ്മൾ ഈ കണ്ണ് തുറന്ന് കാണുന്നുണ്ട്, ശരിക്കും കണ്ണടച്ചുകൊണ്ട് നമ്മൾ ഇതാക്കുകയാണെങ്കിൽ ശരിക്കും ആക്ടർ മുന്നിൽ വന്ന് പറയുന്ന ഫീലാ ശരിക്കും. അത് ഭയങ്കര ഒരു അതെ, നല്ല രീതിക്ക്. കാരണം ആ സ്ട്രഗിളിന്റെ ഒരു റിസൾട്ട് ഇവിടെ കാണിക്കാം. ഇവിടെ എന്നല്ല, എല്ലായിടത്തും അശ്വന്തിന് കാണിക്കാൻ പറ്റി. ഇനി ഇതിലും കൂടുതൽ ആക്ടേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. അപ്പൊ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സഹകരിച്ചതിന് ഒരുപാട് നന്ദി. ഞങ്ങൾ ഇത്രയും നേരം എന്റർടൈൻ ചെയ്യിപ്പിച്ചതിന് ഒരുപാട് നന്ദി. ഞാനും ഇൻഡിവിജ്വലായിട്ട് ഇതിന് പോകുന്നത് ഫസ്റ്റ് ടൈം നമ്മുടെ ഫൺസ് വിത്ത് സ്റ്റാർസ് എന്ന് പറഞ്ഞ ഈ ചാനലിലാണ്. അതിന് മുന്നേ വിളിച്ചെടുത്ത് ഞാൻ ക്ഷമയിക്കുന്നു പോകാൻ പറ്റാത്തതിനകത്ത്. അന്നത്തെ മൈൻഡ് സെറ്റല്ല. ഇപ്പോൾ ഇനി വിളിച്ചാൽ ഞാൻ വരാം. ഓക്കെ. അപ്പം നേരത്തെ ഫസ്റ്റ് പാർവതിയിൽ ഒരു ഇൻ്റർവ്യൂ ചെയ്ത് ഇപ്പോൾ ഷാലുവിനോട് ചെയ്യാൻ പറ്റി. നേരത്തെ നെഗറ്റീവ് കമൻസിനെ പറ്റി പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് താങ്ക് യു. നിങ്ങളാണ് എനർജി, നിങ്ങളാണ് സപ്പോർട്ട്. നിങ്ങളുടെ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാൻ. അത് ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞില്ല, കുറ്റം പറയുന്നവരെ മാത്രമല്ല, ചേർത്ത് പിടിക്കുന്നവരെ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ. ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഓക്കെ.